നമ്മൾ ഉപയോഗിക്കുന്ന മെസ്സേജിങ് ആപ്പില്ലേ ഗൂഗിൾ മെസ്സേജ്. ഈ ഗൂഗിൾ മെസ്സേജിലുള്ളൊരു സംഗതി കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരും, മാണ്ടിയോ മാണ്ടാത്തായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ ഞെക്കി പിടിച്ച് ഡിലേറ്റ് ആക്കാൻ കുറച്ച് പണിയാണ്. ഞെക്കി പിടിക്കണം, സെലക്ട് ചെയ്യണം, മേലെ ഡിലേറ്റ് കൊടുക്കണം. അതിന് പകരം വേറൊരു സംഗതി കാണിച്ചു തരാം. ഇപ്പം ഞാൻ മെസ്സേജ് ആപ്പ് ഓപ്പൺ ചെയ്ത് ഇപ്പം മേലെയുള്ള ഈ മെസ്സേജില്ലേ, ഇത് ഇങ്ങോട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ ഡിലേറ്റ് ആയി. അതേ സ്ഥാനത്ത് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ ആർക്കൈവ് ആയി. അടിപൊളി. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ സെറ്റ് ചെയ്യുക. മേലുള്ള പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് പോവുക. താഴേക്ക് പോയാൽ മെസ്സേജ് സെറ്റിങ്സ് എടുക്കുക. അവിടെ ഏറ്റവും താഴേക്ക് പോവുക. ഇവിടെ സ്വൈപ്പ് ആക്ഷൻ എന്നുള്ള ഈ സംഗതി ഓപ്പൺ ചെയ്യുക. ഇവിടെ കസ്റ്റമൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തിട്ട് ആർക്കൈവ് ഉണ്ട്, ഡിലേറ്റ് ഉണ്ട്, മാർക്ക് ആസ് അൺറീഡ് ഉണ്ട്. അതിലേതാ വേണ്ടി വെച്ചാൽ സെലക്ട് കൊടുക്കുക. ഒന്നാമത്തത് റൈറ്റിലേക്ക് ഡിലേറ്റും അതുപോലെ തന്നെ രണ്ടാമത്തെ ലെഫ്റ്റിലേക്കുള്ള ആർക്കൈവും സെലക്ട് ചെയ്താൽ മതി. അതവിടെ സെറ്റ് ആയിക്കോളൂ. ഇനി വേറൊരു കാര്യമുണ്ട്, നമുക്ക് അത്യാവശ്യമുള്ള മെസ്സേജുകളൊക്കെ വീണ്ടും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആർക്കൈവ് ചെയ്ത് വെക്കല്ലേ. ഈ ആർക്കൈവ് എവിടെ ഉണ്ടാവുക? ആർക്കൈവ് ചെയ്ത് ഞാൻ ഒന്ന് ആർക്കൈവ് ചെയ്ത് വെക്കട്ടെ. ഇതാ ഇങ്ങനെ ആക്കി ആർക്കൈവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആർക്കൈവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും. ഇതിലുണ്ടാവും നമ്മൾ ആർക്കൈവ് ചെയ്ത മെസ്സേജ് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം. അടിപൊളിയല്ലേ? അപ്പം മെസ്സേജിങ് ആപ്പ് ഉപയോഗിച്ചപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫീച്ചറുകളൊക്കെ ഉണ്ട്. അതൊക്കെ അറിഞ്ഞിരിക്കുക. ഉപകാരമാണോ? ആണെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്കും. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യോ. താങ്ക് യു സോ മച്ച്.